സംസ്ഥാനത്തെ 60% വാഹന രേഖകളിൽ മൊബൈൽ നമ്പർ കൃത്യമല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹന ഉടമകൾക്ക് തന്നെയാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിയമലംഘനം നടത്തിയതും അതിന് പിഴ ചുമത്തിയതും സമയത്ത് അറിയാതെ ഉടമ ഒടുവിൽ കോടതിയിൽ എത്തേണ്ടി വരും. ചിലർ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ബന്ധിപ്പിക്കാത്തതാണെങ്കിൽ ചിലരുടെ നമ്പർ തെറ്റി നൽകിയതാണ് പ്രശ്നം. AI ക്യാമറകളും ഇൻ്റർസെപ്റ്റർ വാഹനങ്ങളും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് ഈ ചലാൻ മുഖാന്തരമുള്ള പിഴയുടെ സന്ദേശം ഇതോടെ ഉടമയ്ക്ക് ലഭിക്കാതെ പോകുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾക്കായി പോകുമ്പോഴായിരിക്കും പിഴ ചുമത്തിയതെന്ന് ഉടമകൾ അറിയുന്നതും. പിഴ ചുമത്തിയാൽ 3 മാസക്കാലമാണ് ഓൺലൈൻ വഴി പിഴയടയ്ക്കാവുന്നത്. അതിനുശേഷം കേസുകൾക്ക് ഓൺലൈനായി തീർപ്പ് കൽപ്പിക്കുന്നതിന് വെർച്വൽ കോടതിയിലേക്ക് കേസ് മാറ്റും. പിന്നെ കോടതി നടപടി കഴിഞ്ഞ് പിഴ തീർക്കാനാകും. വാഹനം വിൽക്കുക, ഈട് നൽകി വാഹന വായ്പയ്ക്കായി ശ്രമിക്കുക, കാലാവധി കഴിഞ്ഞ് ടെസ്റ്റിന് കൊണ്ടുപോകുക, മോട്ടോർ വാഹന വകുപ്പിൽ മറ്റു സേവനങ്ങൾക്കായി സമീപിക്കുക തുടങ്ങിയ അവസരങ്ങളിലായിരിക്കും ഉടമ വെട്ടിലാകുന്നത്. അപ്പോഴേക്കും ഓൺലൈനിൽ പിഴ അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കും. പിന്നീട് കോടതി നടപടി പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. പഴയ വാഹനങ്ങളിലാണ് ഈ പ്രശ്നം കൂടുതലുള്ളത്. പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്പർ ബന്ധിപ്പിക്കുന്നുണ്ട്. നിയമലംഘനത്തിനുള്ള ചെല്ലാൻ അയക്കാൻ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കാലതാമസം വരുത്തുന്നതും ഉടമകൾക്ക് പ്രശ്നമാകുന്നുണ്ട്. 3 മാസം പൂർത്തിയായ ശേഷം ചെല്ലാൻ ലഭിച്ചാൽ വെർച്വൽ കോടതി വഴി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരുന്നതായും പരാതികളുണ്ട്. 2023 ജൂൺ മുതൽ ഒക്ടോബർ വരെ 74.32 ലക്ഷം നിയമലംഘനങ്ങൾ കണ്ടെത്തിയെങ്കിലും 21.03 ലക്ഷത്തിന് മാത്രമാണ് ചെല്ലാൻ തയ്യാറായിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.